Hi, hello. A warm good afternoon to everybody. Myself Kavya. Welcome you all to Vipras Vidya. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ്, ന്യൂ കെയ്നീഷ്യൻ ഇക്കണോമിക്സ്, ബിസിനസ് സൈക്കിൾ ആൻഡ് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ. അതിലെ എല്ലാത്തിലെയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ്. ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിന്റെ പ്രോബ്ലത്തിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ ന്യൂ ക്ലാസിക്കൽ റോബർട്ട് ലൂക്കാസ് ഒക്കെ പോലെയുള്ള എക്കണോമിസ്റ്റുകൾ വന്നത്. അവരെന്താ അഡ്വക്കേറ്റ് ചെയ്ത വെച്ചാൽ ഡിഫ്ലേഷണറി ഫിസിക്കൽ പോളിസി വിത്ത് മോണിറ്ററി പോളിസി. അതായത് നമുക്ക് ഡിഫ്ലേഷണറി ആയിട്ടുള്ള അധികം പ്രോബ്ലമാറ്റിക് അല്ലാത്ത ഫിസിക്കൽ പോളിസി നമുക്ക് ആവശ്യമാണ്. ആ ഫിസിക്കൽ പോളിസിയോടൊപ്പം തന്നെ എന്ത് വേണം? മോണിറ്ററി പോളിസി വേണമെന്ന്. ഇപ്പൊ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? മോണിറ്ററി പോളിസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. വേറെ ഒന്നിനും അവരെന്ത് ചെയ്യുന്നില്ല? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പൊ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ മോണിറ്ററി പോളിസി ആയിക്കൊള്ളട്ടെ ഫിസിക്കൽ പോളിസി ആയിക്കൊള്ളട്ടെ രണ്ടിനും എന്ത് വേണമെന്നാണ് പറയുന്നത്? ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് വേണം എന്നുള്ളതാണ് അവരവിടെ ജനറലി പറയുന്നത്. ഒരു കമോഡിറ്റി അല്ലെ ഒരു സംഭവത്തിന് മാത്രമല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാ പറയുന്നത്. 1970 ജനറലി ഇത് വന്നത്. റോബർട്ട് ലൂക്കാസ്, തോമസ് സർജൻ, റോബർട്ട് ബാരോ, നീൽ വെലസ്, പാട്രിക് മിൻഫോർഡ് മുതലായ എക്കണോമിസ്റ്റുകളാണ് ഈ ഒരു ന്യൂ ക്ലാസിക്കലിനെ സപ്പോർട്ട് ചെയ്ത് വന്നത്. ഇവർ അസ്യൂം ചെയ്യുന്നത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ക്ലിയർ, ഫിസിക്കലിബ്രി ഒന്നുമില്ല, മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ക്ലിയർ, റാഷണൽ എക്സ്പെക്ടേഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ജനറലി അവർ അസ്യൂം ചെയ്യുന്നത്. റിയൽ ബിസിനസ് സൈക്കിൾ തിയറീസ് അത് 1980 അമേരിക്കൻ ന്യൂ ക്ലാസിക്കൽ സ്കൂളാണ് കൊണ്ടുവന്നത്. ഇതിനെ ഡെവലപ്പ് ചെയ്തത് കിൻഡ്ലൻഡ്, പ്രെസ്കോട്ട്, ബാരോ കിങ് മുതലായ എക്കണോമിസ്റ്റുകളാണ്. ഇവര് ടെക്നോളജി ഷോക്സ്, ലേബർ മാർക്കറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇതെല്ലാം എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് സൈക്കിളിന് ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പൊ റിയൽ ഷോക്സ്, ഡിസ്ക്രിഷണറി ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി ഇതിന്റെ എല്ലാം ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സം ടോട്ടലിനെയാണ് ശരിക്കും നമ്മൾ എന്തായിട്ട് പറഞ്ഞത്? ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ ഒരു ബ്ലെൻഡ് ആയിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് ഇസ് ന്യൂ കെയ്നീഷ്യൻ. അത് 1970 വന്നിരിക്കുന്നത്. 1980 ആയപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ കുറച്ചും കൂടെ ഒരു ഡെവലപ്ഡ് വെർഷൻ ആക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവർ അഡ്വക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ മണി വേജ് എന്ന് പറയുന്നത് സ്റ്റിക്കി ആണ്. നോമിനൽ വേജസിന് വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ല. റിയൽ വേജസും സ്റ്റിക്കി ആണ്. അതുപോലെ കോർഡിനേഷൻ ഫെയിലിയർ എന്ന് പറയും. അതായത് നമ്മളുടെ ഒരു ബിസിനസ് കണ്ടീഷൻ അല്ലെങ്കിൽ ബിസിനസ് ക്രൈറ്റീരിയ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്ത് പറയാനായി സാധിക്കില്ല? സ്റ്റിക്കിയാണ് നമ്മളുടെ എൻവിറോൺമെന്റ് അല്ലെങ്കിൽ നോ ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ അവർ എൻവിറോൺമെന്റ് എന്ന് ഒരിക്കലും പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് സൈക്കിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ മൂവ് ചെയ്യുന്ന നമ്മുടെ ബിസിനസ് ട്രെൻഡ് ആണ് ബിസിനസ് സൈക്കിൾ. ആദ്യത്തെ തിയറി സൺസ്പോട്ട് തിയറി ആണ്. 1875 സ്റ്റാൻലി ജീവൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എക്കണോമിയിൽ വരുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആണ് വരുന്നത്. ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമ്മുടെ ബിസിനസ് സൈക്കിൾ മൂവ്മെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഹൗട്രയുടെ മോണിറ്ററി തിയറി ആണ് വരുന്നത്. ഹൗട്രയുടെ മോണിറ്ററി തിയറി ഓഫ് ട്രേഡ് സൈക്കിളില് ജനറലി വരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൗട്രേ ആണ് കൊണ്ടുവന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെക്കാനിസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ജസ്റ്റ് ലൈക്ക് മെർക്കന്റിലിസം സ്കൂൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലേ? ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യണം പറഞ്ഞ്. അതുപോലെ തന്നെ ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? കൂടുതലായിട്ട് ഗോൾഡ് അക്യുമുലേഷൻ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. ഹയക്കിന്റെ തിയറി ആണെങ്കിൽ പറയുന്നത് എന്താണ്? നമ്മളുടെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഷുംപീറ്ററിന്റെ തിയറി ആണെങ്കിൽ ഇന്നോവേഷൻ ആണ്. ഷുംപീറ്റർ ആണ് കൊണ്ടുവന്നത്. നമ്മളുടെ പുതിയ പുതിയ കാര്യങ്ങൾ, ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു, പുതിയ മെത്തേഡ്സ് അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അതിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊണ്ടുവരേണ്ടത് എന്നാണ് പറയുന്നത്. തിയറി ഓഫ് ഇന്നോവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഹിഗ്സ് തിയറി. തിയറി പറയുന്ന സമയത്ത് അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുറച്ച് കോൺസെപ്റ്റ്, അതായത് സേവിങ് ഇൻവെസ്റ്റ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആക്സലറേറ്റർ കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, മൾട്ടിപ്ലയർ ആക്സലറേറ്റർ ഇന്ററാക്ഷൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതൊക്കെ കൊടുത്താൽ നമ്മളുടെ എക്കണോമി പ്രോസ്പെറിറ്റിയിലേക്ക് എത്തുമെന്നാണ് ആര് പറഞ്ഞത്? ഹിഗ്സ് പോസ്റ്റുലേറ്റ് ചെയ്തത്.
അടുത്തത് കാൾഡറിന്റെ തിയറി ആണ് പറയുന്നത്. കാൾഡറിന്റെ തിയറി കെയ്ൻസിന്റെ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അത് നോൺ ലീനിയർ ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മുമ്പ് പഠിച്ചു കെയ്ൻസിന്റെ ലീനിയറും പ്രപ്പോർഷണലുമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുന്നത് ജനറലി എന്താണ്? ഇറ്റ് ഇസ് എ നോൺ ലീനിയർ തിയറി ആയിട്ടാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് ജനറൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മുണ്ടൽ ഫ്ലെമിംഗ് മോഡലും കൂടെ നോക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാക്രോയുടെ എല്ലാ പോർഷൻസും തീർത്തു എന്ന് തന്നെ പറയാം. എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. PDF നല്ലപോലെ പഠിക്കാം. PDF നല്ലപോലെ പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയും. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ അസസ്മെന്റിനൊക്കെ നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലപോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഈ PDFs എല്ലാം നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഒന്ന് എക്സ്പോർട്ടഡ് ആയിക്കോട്ടെ. നമുക്കിനി മുണ്ടൽ ഫ്ലെമിംഗ് കൂടിയേ ഉള്ളൂ. ഒരുപാടുള്ളതുകൊണ്ട് അത് അപ്ലോഡഡ് ആകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. മാം ചോദിച്ചോളൂ. ഒരു MCQ ക്വസ്റ്റ്യനില് മാം അയച്ചു മാക്രോ എക്കണോമിക്സിന്റെ MCQ ക്വസ്റ്റ്യനിലെ 13ാമത്തത് C = 40 - 0.97y then K = അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്യാമോ മക്കളെ? ക്വസ്റ്റ്യൻ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് കരകര പോലെ വരണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, നോ പ്രോബ്ലം. ഒരു മിനിറ്റ്, എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു മിനിറ്റ് മക്കളെ, ഒന്ന് കഴിഞ്ഞോട്ടെ. CS = ഒരു പേപ്പർ പേജ് എടുക്കട്ടെ. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്യും. CS = 40 - 0.97y. വളരെ സിമ്പിൾ അല്ലേ? Let me take a page. ഒരു മിനിറ്റ് മക്കളെ, 1 minute. ഞാൻ അടുത്തതിൽ ഒന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ ചെയ്ത് കാണിച്ചു. മക്കളെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേടാ. CS = പറയടാ ക്വസ്റ്റ്യൻ. ചാറ്റിലുണ്ടല്ലോ അല്ലെ? കുഴപ്പമില്ല, ചാറ്റിലുണ്ട്. CS = 40 - 0.97y then KS = വേറെ ഒന്നുമില്ല. ഇതാണ് നമ്മളുടെ MPC. 1/1 - MPC 1/1 - 0.97. അപ്പൊ 1 എത്ര വരും? 1 - 0.97 വരുമ്പോ എത്ര വരും? ചെയ്യണോ? ചെയ്യാതെ പറയാം. 0.3 100 divided by 3.3333 സംതിങ്. മനസ്സിലായോ മക്കളെ? ഈ 0.97 എന്ന് പറയുന്നത് MPC ആണ് വരുന്നത്. നമുക്ക് K കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/1 - MPC ആണ്.
ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ MPC തന്നിരിക്കുന്നു 0.97 എന്ന്. സോ 1 divided by 0.3. പോയിന്റിനെ കളയാൻ വേണ്ടി മുകളിലത്തേനെ നമ്മൾ 10 കൊണ്ടും താഴത്തേനെ നമ്മൾ 10 കൊണ്ടും ഗുണിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 10 divided by 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ 3.333. പിടികിട്ടിയോ ഷാഹിന? മക്കളെ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, നോ പ്രോബ്ലം. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ ഇതോടെ നമുക്കുള്ളൂ. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ എന്ന് പറയുന്നത് റോബർട്ട് മുണ്ടൽ 1960 പുട്ട് ഫോർവേഡ് ചെയ്തത്. ISLM മോഡലുമായിട്ട് ഹൈലി ആൻഡ് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ മുണ്ടൽ ഫ്ലെമിംഗ് മോഡലില്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ എക്കോണമിന്റെ കേസാണ് ശരിക്കും ഈ മുണ്ടൽ ഫ്ലെമിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ബോറോ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് മുണ്ടൽ ഫ്ലെമിംഗ് അസ്യൂം ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. മുണ്ടൽ ഫ്ലെമിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസത്തിലൂടെയാണ് നടക്കുന്നത്. അതായത് നമ്മൾ ഡൊമസ്റ്റിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഇന്റർനാഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായി നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സ്മോൾ കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറ്റാനായിട്ട് സാധിക്കില്ല. അവിടെ എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ലാർജ് എക്കോണമീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാർഗെയിനിങ് പവർ കൂടുതലാണ്. അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെന്നാ പറയുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളതാണ് പറയുന്നത്. അതിപ്പോ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിക്കൊള്ളട്ടെ, ഫ്ലോട്ടിംഗ് ആയിക്കൊള്ളട്ടെ. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെന്റ് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയിലും വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസത്തിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ഫോഴ്സസിന്റെ ഫ്ലക്ച്വേഷൻസിനനുസരിച്ചിട്ട് എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അസംഷൻസ് ഇതൊരു സ്മോൾ എക്കോണമിയാണ്. ടാക്സ് റേറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും സെയിം ആയിട്ടാണ് വരുന്നത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നവർക്ക് എന്താ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നടക്കുമല്ലോ നമ്മളുടെ ഇവിടെ എക്കോണമിയിൽ, അവർക്ക് യാതൊരു രീതിയിലുമുള്ള ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചാൽ പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ആണ് പറയുന്നത്. സ്മോൾ എക്കോണമി ആണെങ്കിലും ക്യാപിറ്റൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി മൊബൈൽ ആണെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മളുടെ ഡൊമസ്റ്റിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോറിൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് തുല്യമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ വേൾഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് വേൾഡിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കാരണം നമ്മളുടെ എക്കോണമി, ദിസ് ഇസ് ദ കേസ് ഓഫ് എ സ്മോൾ എക്കോണമി. ഒരു സ്മോൾ എക്കോണമി ആകുമ്പോൾ അവരുടെ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റിന് ടാബുലേറ്റഡ് ആയിരിക്കും. അതായത് അവർക്ക് സ്വന്തമായി എന്ത് ചെയ്യാനായി സാധിക്കില്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യത്തെ കുറിച്ച് തീരുമാനിക്കാനായിട്ടോ സാധിക്കില്ലെന്നാണ് പറയുന്നത്. ഇതാണ് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ BOP ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നത് ഡൊമസ്റ്റിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേൾഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് തുല്യമായിരിക്കും ഇൻ ദ കേസ് ഓഫ് എ സ്മോൾ എക്കോണമി എന്നാണ് പറയുന്നത്. ഇവരും IS കർവും LM കർവും ഇക്വേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ പുട്ട് ഫോർവേഡ് ചെയ്ത IS ഇക്വേഷൻ y is equal to C into y minus t plus I into RF plus G plus NX plus R. C പറഞ്ഞാൽ കൺസംഷൻ, Y എന്ന് പറഞ്ഞാൽ ഇൻകം, T എന്ന് പറഞ്ഞാൽ ടാക്സ്, I പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്, RF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റ്, G മീൻസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, NX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് എക്സ്പോർട്സ് ആണ് പറയുന്നത്, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. LM ഫംഗ്ഷൻ M/P റിയൽ മണി സപ്ലൈ ആ പറയുന്നത്. L is equal to RF, Y. RF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ്, Y എന്ന് പറയുന്നത് ഇൻകം ആയിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ ആ തിയറി വന്നപ്പോ പക്ക ആ തിയറി ഫുൾ അങ്ങ് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം നോക്കിയാൽ മതി. കെയ്നീഷ്യന്റെ മൾട്ടിപ്ലയർ എഫക്ട് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്നുണ്ട്. കെയ്ൻസിന്റെ മൾട്ടിപ്ലയർ എഫക്ട്, അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന സമയത്ത് നമ്മളുടെ ഇൻകവും കൂടും, ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന സമയത്ത് നമ്മളുടെ ഇൻകവും മൊബിലൈസ്ഡ് ആകും എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് ജനറലി എവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു മുണ്ടൽ ഫ്ലെമിംഗ് മോഡലില് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. അപ്പൊ മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ പറയുന്നത് ISLM-ന്റെ വെർഷൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ ISLM വെർഷനോടൊപ്പം തന്നെ അവർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈറ്റീരിയ, അതുപോലെ തന്നെ നമ്മളുടെ ഒരു എന്താണ് ഇമ്പോർട്ട്
എക്സ്പോർട്ട്, അതുപോലെയുള്ള ക്രൈറ്റീരിയ, അതുപോലെ ഡിസ്ക്രിഷണറി ഫിസിക്കൽ പോളിസീസ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ, ഇതിനെല്ലാമാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.